പക്ഷെ മന്ത്രിമാർക്കുള്ളൊരു പ്രൊട്ടക്ഷൻ MLA മാർക്കില്ല. അത് ഇഡിക്കാർക്കറിയാം. മാത്രമല്ല പാർട്ടി തന്നെ ക്ഷണിച്ചു. പാർട്ടി സഖാക്കൾ തന്നെ കമ്മിറ്റി കൂടി വിജയൻ സഖാവ് ചെയ്തത് ശരിയായില്ല, മാസപ്പടി വാങ്ങിച്ചത് ശരിയായില്ല, ജനങ്ങളെ പുച്ഛിച്ചത് ശരിയായില്ല, വീട്ടിൽ പോയി പറഞ്ഞത് തെറ്റായിപ്പോയി. പിന്നെ നവകേരള സദസ്സ് നടത്തിയത് അത്ര ശരിയായില്ല, ലോക കേരള സഭ നടത്തിയത് ഒട്ടും ശരിയായില്ല, ശബരിമലയിൽ നിന്ന് സഖാക്കൾ സ്വർണം കട്ടത് അത്ര പന്തിയായില്ല, കക്കാണെങ്കിൽ തന്നെ പോലീസ് പിടിക്കാത്ത രീതിയിൽ കക്കേണ്ടതായിരുന്നു എന്നൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം എന്നാവശ്യപ്പെടുന്നു. മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹമോചനം നടത്തണം എന്നതിന് നാളെ കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുമെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടുകളെ പാർട്ടിക്കാരായ മക്കൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടാണല്ലോ വിജയൻ സഖാവ് മോളെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ കമ്മിറ്റി കൂടിയിട്ട് ബന്ധം ഒഴിയണം എന്ന് പറഞ്ഞാൽ ബന്ധം ഒഴിയേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഇഡിക്കാർ എന്ന് പറയുന്ന നീചന്മാർ ചാടി വീണത്. പക്ഷേ ഇഡിയെ കണ്ടാലും അവരുടെ പിപ്പിടി വിദ്യ കണ്ടാലോ വിജയൻ സഖാവ് പേടിക്കും. നിൽക്കുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അദ്ദേഹം എന്തൊക്കെ അഗ്നിപരീക്ഷകൾ നേരിട്ട ആളാണ്. ഈ ബ്രണ്ടൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ച് കുമ്പക്കുടി സുധാകരൻ ഓടിച്ച ആളാണ് വിജയൻ സഖാവ്. പിന്നെ RSSകാരൻ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നിർഭയനായിട്ട് നടന്നുപോയ ആളാണ്. ലാവലി കേസുമായിട്ട് കുലുങ്ങാത്ത ആളാണ്. എന്തിന് പണ്ട് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു RSSകാരനെ മഴുകൊണ്ട് വെട്ടിക്കൊന്ന കേസിൽ യാതൊരു പോറലും ഏൽക്കാതെ കോടതിയിൽ നിന്ന് സുസ്മേര വന്നതായിട്ട് ഇറങ്ങി വന്ന ആളാണ് വിജയൻ സഖാവ്. വീരശൂര പരാക്രമിയായ അച്യുതാനന്ദ സഖാവിനെ ചൂണ്ടുവരൽ ഒറ്റ ചൂടൽ കൊണ്ട് നിർത്തി നിസ്തേജനാക്കി പറഞ്ഞു വിട്ട ആളാണ്. അതാണ് മലപ്പുറം സമ്മേളനം, ഓർമ്മയില്ലേ?